അണ്ണ ഇതിലേതെങ്കിലും ഒന്ന് കറക്ക്. രണ്ടു പണിയും കൂടി ഒരുമിച്ച് ചെയ്താൽ അങ്ങനെ ഇരിക്കും. പുഷ്പേച്ചിനെ നോക്കി കറക്കി കറക്കി ഇന്നിപ്പോ രണ്ടാമത്തെ കുപ്പിയാ പൊട്ടുന്നേ. അതിന് നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. നിന്റെ പണി ചെയ്താൽ മതി. മര്യാദക്കുന്നില്ലെങ്കിലേ നിന്നെ ഞാൻ അവിടെ പറഞ്ഞുവിടും. പറഞ്ഞു വിട്ടാലും ശരി, ഞാനുള്ളത് തുറന്നു പറയും. 2 കൊല്ലായിട്ട് പുഷ്പേച്ചിന്റെ അടുത്ത് കാര്യം തുറന്നു പറയാൻ അണ്ണന് പറ്റിയിട്ടില്ലല്ലോ. ഇനി പുഷ്പേച്ചിയുടെ അടുത്ത് ചെല്ലുമ്പോ അണ്ണന്റെ ഈ ഒടുക്കത്തെ വിക്ക് 4 ഇരട്ടിയാവും. എന്താ ഒരു ലവ് ലെറ്റർ കൊടുക്കാന്ന് വെച്ചാൽ പുഷ്പേച്ചിക്ക് എഴുത്തും വായന അറിഞ്ഞൂടാ. അവസാനം ലവിന്റെ ചിഹ്നം വരെ അണ്ണന് ഞാൻ വരച്ചു തന്നില്ലേ. എന്നിട്ടോ അതിപ്പോ ഒരു സ്മാരകമായിട്ട് ഇവിടെ ഇരിക്കുക. അണ്ണൻ ഇതും നോക്കി ജീവിതകാലം മുഴുവൻ വിക്കി വിക്കി നിക്കലേ ഉണ്ടാവുള്ളൂ. ദേ ഭാവി അമ്മായിപ്പം വരുന്നുണ്ടിട്ടാ. മോളെ, നീ ഇങ്ങനെ കടക്ക് കാവലിരുന്നിട്ട് ഒരു കാര്യമില്ല. ആ താമരയെ പോലെ കടലിൽ പോകാൻ നോക്ക്. പത്രത്തിൽ പടമെങ്കിലും വരും. അച്ഛനിങ്ങനെ കുടിക്കാൻ തുടങ്ങിയാലേ അച്ഛന്റെ പടമായിരിക്കും പത്രത്തിൽ വരാൻ പോണേ. മോളെ, ദേ ഒരു 50 രൂപ താടി. പിന്നെ എനിക്ക് മുതലാളിക്ക് കണക്ക് കൊടുക്കാനുള്ളതാ. അച്ഛൻ പോയേ. എപ്പ ചോദിച്ചാലും മുതലാളിക്കാണ് കൊടുക്കണം, മുതലാളിക്കാണ് കൊടുക്കണം എന്നും പറഞ്ഞ് നീ എന്നെ ഒരു മോളാടി. ദീപം അപ്പച്ചനെ കാണാൻ സിനിമാ നടനെ പോലെ ഉണ്ട്. അയ്യോടാ എന്റെ പൊന്നെ, മോൻ നോക്കിക്കോ. അപ്പച്ചൻ ഉടനെ എന്നെ സിനിമയിലാ വരും കേട്ടാ. ഇനി ഏത് കാലത്താ? നമ്മൾ ഒരുമിച്ച് നാടകം കളിക്കുന്ന കാലം തൊട്ട് ഞാനിത് കേൾക്കുന്നതാ. ഏടി നീ നോക്കിക്കോ, ഇത് നടക്കും. ഇല്ലയോടാ അമ്മ 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 ഇപ്പൊ എന്താ നാടകത്തിന് പോകാത്ത? അമ്മ നാടകത്തിന് പോയാ പിന്നെ മോന്റെ കാര്യങ്ങളൊക്കെ ആരാ നോക്കുന്നേ? അപ്പച്ചൻ. ഓ, ഈ പറഞ്ഞത് കേട്ടാ കൊച്ചിന്റെ കാര്യങ്ങളെല്ലാം നോക്കണം ഇവളാണെന്ന് തോന്നുമല്ല. മക്കളെ ചുമ്മാ ഇരിക്കല്ലേ ഇവിടെ. തുടങ്ങി ക്രിസ്ത്യാനി ചെക്കനൂടെ പൊറുക്കാൻ തുടങ്ങിയാലേ അതനുസരിച്ച് ജീവിക്കാൻ പഠിക്കണം. കെട്ടി വന്നിട്ട് കാലം എത്രേ. എന്തെങ്കിലും നമ്മുടെ ജീവൻ പഠിച്ചിട്ടുണ്ടാ ഇവള്? കൊന്തേത്തിക്കട നേരത്തെ അവക്കണം ബന്ധം കൊളിച്ച് വെക്കല്. നാത്തോനൊന്നും മിണ്ടാതിരുന്നേ. എന്റെ സാലമ്മേ, എന്റെ മനസ്സിൽ തോന്നുന്ന പറഞ്ഞില്ലെങ്കിലേ എനിക്ക് ഉറക്കം വരികയല്ല. നല്ല പ്രായത്തിൽ കല്യാണം കഴിക്കാത്തോണ്ട് മറ്റുള്ളവരുടെ ജീവിതം കാണുമ്പോ അമ്മായിക്ക് കുശുമ്പാ. അപ്പച്ചാ, നിന്റെ നാടകത്തിന്റെ ഡൈകോലൊന്നും എന്റെ ഇടയ്ക്ക് പറയാൻ നിക്കല്ലേ. നീ ജനിക്കണ മുമ്പേ ചവിട്ടടം കളിച്ച് നഴമ്പിച്ച കാലാണിത്. നിനക്ക് കാണണ മതി 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 മതി. സരസ്വതി ഒന്നും തിരിച്ചു പറയാത്തോണ്ടല്ലേ അമ്മായി കിടന്ന ആളാവണത്. സരസ്വതിയാ മ്യാരിന്ന് വിളിക്കടാ. പിന്നെ മാർക്കം കൂട്ടി മ്യാരിന്ന് മ്യാരിട്ടേക്കണതിനാണ്. എനിക്ക് സൗകര്യമുള്ള പോലെ ഞാൻ വിളിക്കും. അമ്മായി അമ്മയുടെ പണി നോക്ക്. അമ്മായി എന്തെങ്കിലും പറഞ്ഞോട്ടെ, ചേട്ടൻ എന്താ? ഇവിടെ പെണ്ണുങ്ങളെ കൊണ്ട് ഒരു കുഴപ്പമില്ല. ഇവന്റെ പോരാണ് സഹിക്കാൻ പറ്റാത്തത്. ആലപ്പിയാപ്പത്തിന്റെ ഡൈഗോൾ കേട്ടത് ജീവിക്കേണ്ട ഗതിയാണെന്ന് എനിക്കില്ല. ഞാൻ എന്റെ പാട്ടിന് പോവുകയാണ്. അതുകൂടി ഉരുട്ടി നിന്റെ മകനുമാണ്. അപ്പുറത്തൊരു പായം തലയണുണ്ടല്ല, അതിന്റെ അഹങ്കാരാണ് ഈ അമ്മായിക്ക്. കണ്ടല്ല, ദേ ഇതിനകത്ത് വെച്ചേക്കാം. സൗകര്യം പോലെ എടുത്ത് വായിച്ചോ. അച്ഛൻ പഠിപ്പിച്ച പണിയെക്കുറിച്ച് പത്രക്കാരെന്താ എഴുതിയേക്കണെന്ന് അറിയണമല്ലോ. എന്തു പറ്റി? ഇന്നും വഴക്കുണ്ടായാ? എന്റെ ആങ്ങളെ മക്കച്ചൻ ചത്തുപോയിപ്പ. എല്ലാം പോയില്ലേ മോളെ. എന്നെ ഇപ്പൊ എല്ലാരും അങ്ങാടി ഇങ്ങാടി വിട്ട് തട്ടണേണ്. ഇന്നാരാണ് തട്ടിയത്? അത് എന്നോട് പറഞ്ഞിട്ട് എന്തിനാ? നിങ്ങൊരു ടീമല്ലേ? ഓ, തട്ടിയാളെ പിടികിട്ടി. അപ്പച്ചൻ ചേട്ടനാണ് പ്രതിയല്ലേ? ഓ, തുടങ്ങി അവന്റെ കൊലവിളി. അവൻ നാടകം കളിച്ചിടക്കണ നായരി പെണ്ണെ കെട്ടാൻ പോയിപ്പോഴേ ഞാൻ മാത്രം എതിർത്തില്ല. കാരണം എന്താണെന്നറിയാമാ? സ്നേഹത്തിന്റെ വില എന്താണെന്നേ എനിക്കറിയാം. ഞാനും ഒരാളെ സ്നേഹിച്ചതാണ്, ഇപ്പോഴും സ്നേഹിക്കണുണ്ട്. ഓ, അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. കടലിലെ അതിർത്തി ലംഘിച്ച് ശ്രീലങ്കൻ ജയിലിൽ കഴിഞ്ഞ കുറച്ചുപേരെ നാട്ടിലേക്ക് തിരിച്ചയക്കണുണ്ടെന്ന് റേഡിയോയിൽ പറയണ കേട്ട്. ഇനി അതിലെങ്ങാനും വിറോണിയമ്മയുടെ റെപ്പേലൂട്ടിച്ചേട്ടൻ ഉണ്ടാകുവോ? ഓ, തമ്പുരാനറിയാം. ഇനി മടങ്ങി വന്നിട്ട് തീർക്കാനാ. വരുമെങ്കിൽ വരട്ട. രണ്ടുപേർക്ക് ഒരുമിച്ചെങ്കിലും പോയി ജനിച്ചെടുപ്പ് കിടക്കാമല്ല. മോളെ, എന്റെ അനുഭവം വെച്ചൊരു കാര്യം ഞാൻ പറയാം. സൗന്ദര്യം ആരെങ്കിലും ഉള്ളപ്പോ തന്നെ ഏതെങ്കിലും അടുത്തന്നെ പടലിക്ക് പോയി കയറിയേക്കണം. നമ്മ നിന്ന് പോയാ പിന്നെ നിന്ന് പോയത് തന്നെ. ഒറ്റക്കിടക്കാൻ പേടിയുണ്ടെങ്കിൽ പറയണട്ടാ. പേടിയുണ്ടെങ്കിൽ നിന്റെ അമ്മയെ വിളിച്ച് കിടത്തിക്കൊള്ളാടാ. തള്ളക്കുളി കേട്ട് കഴിഞ്ഞപ്പോ അവന് സമാധാനായി. യാതൊന്നും അറിയാൻ ഇവിടെ പേടി മാറ്റാൻ വന്നത്. വിരോണിയമ്മായേ, ഐ ലവ് യു. കർത്താവേ, നടുവും വെട്ടി. ഇനി എന്നാണ് നാടകമുള്ളത്? അടുത്ത ആഴ്ച. ഇപ്പൊ പഴയ പോലെ കളിയൊന്നുമില്ല. അതൊക്കെ KPSC-യിലായിരുന്നപ്പം ഡെയിലി 2 കളിയായിരുന്നു. ഇപ്പൊ കലയേക്കാ ഭേദം കടൽ തന്നെയാണ്. ഇന്നലെ വലിയ കോളൊന്നും ഉണ്ടായില്ല. ഒരു പങ്ക് 300 രൂപ കിട്ടിയുള്ളൂ. ആ ദേടി നിന്നെ യാത്രയൊക്കെ വന്നിപ്പുണ്ട് കേട്ടോ. നോക്കണ്ട.
സത്യം പറഞ്ഞ വേറെ ശല്യൊന്നും ഇല്ലാട്ടാ. കമാന്നൊരു അക്ഷരം മിണ്ടൂല. പോണ വഴിയെ പോസ്റ്റ് പോലെ നിന്നോളൂ. എന്നാ പിന്നെ നിനക്ക് അവനൊരു ജീവിതം കൊടുത്തു. അതിന് കൊടുക്കാനുണ്ട് ജീവിതം വേണ്ടേ അപ്പച്ചാ? You are requested to clear your arrears within 7 days. ലോൺ എടുത്ത് മുടക്കം വരുത്തിയിരിക്കുന്ന പൈസ 7 ദിവസത്തിനുള്ളിൽ തിരിച്ചടക്കണമെന്നാണ്. അടച്ചില്ലെങ്കിലാ? അടച്ചില്ലെങ്കിൽ ഒന്നുമില്ല, അവർ ജയിലിൽ അടച്ചോളൂ. ആ മാഷിൽ നിന്ന് കുട്ടികളുടെ ഭാവി നശിപ്പിക്കലില്ലേ? ഓ, സ്കൂളിലെ പടി പോലും കാണാത്തവൾ ഇതല്ല, ഇതിനപ്പുറം പറയും. നീ അവളെ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. മഴക്കാലത്ത് ഇവിടെ കടൽ കയറുമ്പോ നമ്മളെല്ലാം സ്കൂളിലോട്ട് മാറ്റി പാർപ്പിക്കില്ലേ? അപ്പൊ ഇവിടെ 8ാം ക്ലാസ് ഇരുന്നിട്ടുണ്ടാ, 9ാം ക്ലാസ് കഞ്ഞിയും വെച്ചിട്ടുണ്ട്, 10ാം ക്ലാസ് പാവരിച്ച് കിടന്നിട്ടുണ്ട് അല്ലേടി? അത് കറക്റ്റ്. ഓ, മാഷിന് സന്തോഷായി. കടലിൽ പോണ പെണ്ണ് എഴുതാനും വായിക്കാനും മീനിന്റെ കണക്ക് കൂട്ടാനും മാത്രം പഠിച്ചാൽ മതി എന്ന് അച്ഛൻ പറഞ്ഞേക്കണം. ഇനി ബാക്കി വല്ലതും പഠിക്കണമെങ്കിൽ മാഷ് പഠിപ്പിച്ചതാ. പിള്ളേര് തരണ പോലെ ഫീസ് ഞാനും തരാം. ഫീസിന് വേണ്ടിയൊന്നല്ല ഞാൻ പഠിപ്പിക്കുന്നത്. പിന്നെ അറിയാവുന്ന കാര്യങ്ങൾ കടപ്പുറത്തെ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു സന്തോഷം. മാഷാവാൻ പറ്റാത്തതിന്റെ വിഷമം നീ കടപ്പുറത്തെ കുട്ടികളോട് തീർക്കണം. സിനിമാടനാവാൻ പറ്റാത്തതിന്റെ വിഷമം ഞാൻ നാടകം കളിച്ച് തീർക്കണം. ഒന്നോർത്താൽ എല്ലാവരുടെയും ജീവിതം ഇതുപോലുള്ള വിഷമം തീർക്കലില്ലേ മോന? ഇതേത് നാടകത്തിലാണല്ലോ. നാടകത്തിലല്ല, ഇത് കുടുംബം ഒരു പ്രതിസന്ധി അല്ലെന്ന്. കണ്ണാ, നമ്മുടെ ചാരങ്ങയുടെ അവനെ വള്ളത്തിനടുത്തിരുന്ന് ചീട്ട് കളിക്കാണ്, വിളിച്ചിട്ട് വരുന്നില്ല. ആഹാ, എന്നാ ഞാൻ പോയി വിളിക്കാം. പിടിച്ചാ ഇപ്പൊ ചെയ്യാം. ഇതിപ്പോ തീരണ കോളില്ലല്ല. സാരംഗൻ ചേട്ടാ തെര പദം വെച്ച് നിക്കണേണ്. വേഗം വാ, വള്ളം ഇറക്കാറായി. നിങ്ങൾ പോയിക്കോ, ഞാനിന്ന് ലീവാ. ലീവ് എടുക്കാൻ കടലെന്താണ് സർക്കാർ ആഫീസാ? മര്യാദക്ക് വന്നില്ലെങ്കിൽ കളി ഞാൻ അലമ്പാക്കുവേ. കളിക്കുന്നോര് കളിക്കട്ടെ, നീ നിന്റെ പാട്ടിന് ബോഡി വേണേ. വെള്ളത്തിൽ ചാടി വല വളയ്ക്കാനുള്ള ചാട്ടക്കുട്ടി ഇരുന്ന് ചീട്ട് കളിച്ചാലെങ്ങനാ? എന്റെ താമര, നീ ഒന്ന് പോയേ. ഇവിടെ ക്ലാവർ 8 വലിച്ച് ഈ സ്പീഡ് 4 ആരും തള്ളരുത്, ലൈഫാകും. കൈ കണ്ട് കളി പറയരുത്, കാശ് വെച്ചുള്ള കളിയാണ് നിനക്ക്. മിഡിൽ സ്കൂട്ട് ചെയ്തിട്ട് പോ. നീ എന്താണ് ഈ കാണിച്ചത്? ഞാൻ അടിക്കേണ്ട കളിയായിരുന്നു പഴച്ചവളെ. എനിക്ക് 150 രൂപ കിട്ടേണ്ട കളിയാ ഇവിടെ നശിപ്പിച്ചത്. 150 രൂപ കിട്ടി തന്റെ പ്രശ്നം തീരുവല്ല. ഓ, ആ കാശ് ഇപ്പൊ തന്റെ കണക്ക് തീർന്നോ? ഓ തീർന്ന്. ഇനി എന്നെ തള്ളിയിട്ട് എന്നെ ചീത്ത വിളിച്ച് എന്നെ കണക്ക് തീർക്കണ്ടേ? ഇപ്പൊ ആ കണക്കും തീർന്നു. കളിക്കാൻ കൂടെ കൂടി വെച്ച് ഫ്രണ്ട്സ് വിലക്കാരോട് കളിച്ചാണ്ടല്ലോ പന്നി പാഞ്ഞിക്കോട്ടാ. കുറച്ച് ആണുങ്ങൾ കൂടെ ഉണ്ടെന്ന് കരുതി അധികം നകളിക്കരുത്. ചുമ്മാതല്ലടി നിനക്ക് ആരും പോലും ഇല്ലാണ്ടായി പോയത്. നിന്റെ ജന്മഗുണം കൊണ്ട് തന്നെയാ തന്തയും തള്ളയും ചത്ത് മണ്ണടിഞ്ഞത്. പത്രത്തിൽ പടം വന്നുകൊണ്ടൊന്നും നീ വലിയ ആളായില്ലടി. ആരൊക്കെ പൊക്കിക്കൊണ്ട് നടന്നാലും നീ വെറും അനാഥ പെണ്ണ് തന്നെയാ, അനാഥ പെണ്ണ്. അവരെന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച്